വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ മാമ്പഴക്കാലം തീരാൻ പോവാണല്ലോ. അപ്പൊ നമ്മളുടെ മാങ്ങായെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ. അതായത് ഞാനിപ്പോ ഒരു ചക്കര മാമ്പഴം എന്ന് പറഞ്ഞുള്ള ഒരു സാധനം ഉണ്ടാക്കി. അത് പണ്ട് മുതലേ നമ്മള് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. പക്ഷെ ഇപ്പൊ എല്ലാരും ട്രെൻഡി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മാവിലൊക്കെ മാങ്ങ ഉണ്ടായപ്പോ കുറച്ച് ഉണ്ടാക്കിയത് നിങ്ങളെയൊക്കെ കാണിക്കാം. അത് ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഉണ്ടാക്കി കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ നാട്ടുമാങ്ങ ഇല്ലാത്തവർക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഇതിൻ്റെ കളർ, അതേപോലെ ടേസ്റ്റും ഭയങ്കര. ഇത് നമുക്ക് എന്താ വായും കൊണ്ട് പറയുന്ന പോലല്ലേ, ഇത് കഴിച്ചു വേണം നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നാടൻ മാങ്ങ മാത്രം കൊണ്ട് ഉണ്ടാക്കണം എന്നല്ല, നമ്മളുടെ നോർമലി നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മാങ്ങയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനാണെങ്കിൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിലെ ഓരോ റീൽസുകളും മാമ്പഴം കൊണ്ടുള്ള ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ ചെറുപ്പകാലത്തിലേക്ക് ഞാൻ കുറേ ഒന്ന് റിവൈൻഡ് ചെയ്തു പോയി. ആ സമയത്ത് സന്തോഷങ്ങളും മാഞ്ചോട്ടുകളിൽ നടക്കുന്നതും മാങ്ങ വറുക്കുന്നതും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അന്നത്തെ കാലത്തെ ഈ ചക്കര മാമ്പഴം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്നും ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എനിക്ക് നാട്ടുമാങ്ങ ഉണ്ടായിരുന്നു, ഞാൻ അത് വെച്ച് കുറച്ചുണ്ടാക്കി. ഇതാണ് അത്, ഞാൻ നിങ്ങളെ കാണിക്കാൻ ഞാൻ കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ദൂര സ്ഥലത്ത് നിൽക്കുന്ന എൻ്റെ മോളൊരാളുണ്ട്, അക്കാമാരുടെ മക്കൾ 2 പേര് ദൂര സ്ഥലത്ത് വെളിരാജ്യങ്ങളിൽ നിൽക്കുന്ന കുട്ടികൾ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് ഉണ്ടാക്കി വെക്കാം, പിന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒക്കെ ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഞാനിത് ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ മാമ്പഴം കൊണ്ട് എങ്ങനെയാണ് ഷേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇനി അടുത്തത് നിങ്ങളോട് പറയുന്നത്. നമ്മൾ മാമ്പഴം ചെത്തിയതിന് ശേഷം മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിക്കുക. അടിച്ചതിന് ശേഷം നമ്മുടെ സിപ്പ് ലോക്ക് കവർ ഉണ്ടല്ലോ, അതിൽ ഒഴിച്ചിട്ട് കവർ നമ്മളിങ്ങനെ വെക്കുക. വെച്ചിട്ട് അതിനകത്തുള്ള വായു നമ്മൾ പുറത്ത് പതുക്കെ കളഞ്ഞിട്ട് പരത്തി കനം കുറച്ച് പരുതിയതിന് ശേഷം ലോക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ നേരെ വെക്കണം. അങ്ങനെ വെക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഗസ്റ്റ് വന്ന ഉടൻ തന്നെ നമ്മൾ ബോട്ടിലോ അതായത് ടിന്നിലൊക്കെ വെച്ചാലേ അത് കല്ലായിട്ടിരിക്കും, നമുക്ക് പെട്ടെന്ന് അവർക്ക് എടുത്ത് ജ്യൂസ് അടിക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ സിപ്ലോക്ക് തുറന്നിട്ട് കത്തി വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ടോ കൈ വെച്ച് ഒടിച്ചതിന് ശേഷമോ മിക്സിയിലിട്ട് പാൽ ഒഴിച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഡൈലൂട്ട് ചെയ്ത് ഷേക്ക് ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പച്ചമാങ്ങാൾ കിട്ടുന്ന അവസരത്തിൽ നമ്മൾ അത് കട്ട് ചെയ്ത് നീളത്തിൽ അരിഞ്ഞ് ഇതേപോലെ കവറുകളിലാക്കി വെച്ചാൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസണിൽ മീൻകറി വെക്കാനും പച്ചക്കറി വെക്കാനും ഒക്കെ അച്ചാറിടാൻ അത് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. ബാക്കി നമുക്ക് മാങ്ങയുടെ എന്ത് ആവശ്യത്തിനും മാങ്ങ ഇല്ലാത്ത അവസരത്തിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നാട്ടുമാങ്ങ നമ്മൾ കവറിൽ ഇതുപോലെ തന്നെ ലോക്ക് ചെയ്ത് വെച്ചാൽ മാങ്ങ ഇല്ലാത്ത അവസരത്തിൽ മധുരക്കറി, മാങ്ങ മധുരക്കറിയൊക്കെ സദ്യക്കൊക്കെ നമ്മൾ വെക്കുമല്ലോ, അതൊക്കെ വെക്കാനായിട്ട് പറ്റും. അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഞാനത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിക്കാവേ. ഇതാണ് മാമ്പഴത്തിന്റെ പൾപ്പ്.
ഞാൻ ഇങ്ങനാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സിപ്പ് ലോക്ക് തുറക്കുക, കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ മിക്സിയിൽ അടിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ. പിന്നെ ഇതാണെങ്കിലാണ് മാമ്പഴം. മാമ്പഴം അല്ല, ഇത് പച്ചമാങ്ങ അരിഞ്ഞ് സേവ് ചെയ്ത് വെച്ചിരിക്കും. ഇതാണ്. ഇതിപ്പോ നമുക്ക് കറികൾക്കൊക്കെ അത് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ മാമ്പഴം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ സീസൺ അല്ലാത്ത ഇതെല്ലാം മാമ്പഴങ്ങളാണ്. ഇത് ചക്കയാണ് കേട്ടോ. ഇത് ചക്കപ്പഴമാണ്. ഇത് നമുക്ക് പായസം വെക്കാനും കുമ്പളപ്പം ഉണ്ടാക്കാനും ഒക്കെ ഇത് ചക്കപ്പഴമാണ്. ഇതെല്ലാം മാങ്ങകളാണ്. ഇതെല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ ഇതാണ് നമ്മുടെ ചക്കര മാമ്പഴം സേവ് ചെയ്ത് വെച്ചേക്കാണ് പിള്ളേർക്ക്. എല്ലാവരും ഇങ്ങനെ ചെയ്തു വെക്കും. Okay, bye.